ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ നാട്ടിൽ നിന്നെല്ലാം തിരിച്ചു വന്നിട്ട് ഇപ്പോഴാണ് പയ്യെ ഒന്ന് ബാക്ക് ടു റുട്ടീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഇറ്റ്സ് ഗോയിങ് ടു ബി ഐ തിങ്ക് ഫുൾ ഓൺ ഡേ. ഇന്ന് വേണം ഇനിയിപ്പോൾ കുറച്ച് മീൽ പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഇസ് ദ പ്ലാൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ഫുൾ ഓൺ ഡേ. രാവിലെ തന്നെ കുക്കി എടുത്ത് കഴിച്ചു. രാവിലെ ഭയങ്കര തണുപ്പ് തുടങ്ങിയോണ്ട് എണീക്കാൻ പറ്റുന്നേ ഇല്ല. യാ ബാബി, യെസ്. അപ്പോൾ പക്ഷെ എണീക്കാണ്ട് പറ്റത്തുമില്ല. ലിജു ഇന്നലെ തന്നെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ലിജു ഇസ് വെരി ഗുഡ് ലൈക്ക് ദാറ്റ്. എനിക്ക് രാത്രി ഒരിക്കലും ലഞ്ച് ബോക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ ഇറ്റ്സ് സോ മച്ച് ഈസിയർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് റഷ് ഭയങ്കരമായിട്ട് ഒഴിവാക്കാം. സോ യെസ്, ഹീസ് ഗോട്ട് ബോത്ത് ദ കിഡ്സ് ലഞ്ച് ബോക്സസ് റെഡി. സോ ദാറ്റ്സ് റിയലി റിയലി ഹെൽപ്ഫുൾ. മോൻ്റെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂടാക്കി കൊടുത്ത് വിട്ടാൽ മതി. സോ ദാറ്റ്സ് ഓൾ ഗുഡ്. സോ ഇനിയിപ്പോൾ മോർണിംഗ് ഇവരെ പാക്ക് ചെയ്ത് വിടട്ടെ ആൻഡ് ദെൻ ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ ഡേ. സോ വെൽക്കം ടു മൈ ചാനൽ. Yeah, Barbie doll and Cookie. Are you going to take Barbie doll to school? Ayyada, no chance. Okay. Good morning, Ray. Even if will you not let me take it to school and let her stay in school? No, I will not let her take you to school because every time you're taking her, you cry. So sorry, no. Okay, come, let's have brekkie. Bye. പിള്ളേരുടെ പേഴ്സണാലിറ്റിയൊക്കെ അവർ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ആവുന്ന സാധനമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ കുഞ്ഞു പ്രായത്തിലുള്ളവരുടെ ഓരോ ബിഹേവിയേഴ്സ് കാണുമ്പോഴാട്ടോ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഇപ്പോൾ മോള് ഭയങ്കര ഇൻഡിപെൻഡൻ്റാണ്. ചെറുപ്പം മുതലേ ഒരു 7-8 മാസം മുതലേ ഞാൻ നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇവളുടെ ഇതിൽ. അപ്പോൾ അവൾക്ക് ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ അവളുടെ ലഞ്ച് ബോക്സൊക്കെ തന്നെ എടുത്ത് വെക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മുട്ട എപ്പോഴും പുഴുങ്ങുന്നത് എയർ ഫ്രയറിലാണ്. മോനൊരു സെമി കുക്ക്ഡാണ് ഇഷ്ടം, അപ്പോൾ റണ്ണി എഗ്സ് ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് ഒരു 7 മിനിറ്റ്സ് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ സീരിയലാണ് കൊടുക്കുന്നത് രാവിലെ. ഞാൻ കുറച്ച് നട്ട്സ് പൗഡറും കൂടെ ആ മിൽക്കിൻ്റെ അകത്തിടും, കുറച്ചുകൂടെ ഒന്ന് ന്യൂട്രീഷ്യസ് ആക്കാനായിട്ടാണ്. ആൻഡ് ഇത് അങ്ങനൊരു ഷുഗറൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് സീരിയലാണ്. ന്യൂട്രി ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രോട്ടീൻ കൂടെയുണ്ട്. അപ്പം ഇതാണ് ഇന്നവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവർ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ ഉണ്ട്, അത് അവൾ ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ രാവിലെ തന്നെ കഴിക്കുകയും ചെയ്തോളും. നമുക്ക് വലിയൊരു ബാക്കി നടന്ന് ഒത്തിരി കഷ്ടപ്പാട് ഉണ്ടാക്കാതെ വേഗം തീർക്കും. Do you know how old you are? Ryan, take your bag quickly. Do you know how old you are? Shush, take your bag. Do you know how old you are? Fast. Let's go. Do you know how old you are? That's okay. Take your bag. Go. It is. That's right. Sure, Ryan? Sure? Look at this. Wow. Sure? Now look. Yeah. Is this smoke coming? Yes. നല്ല തണുപ്പ്, വെരി ഫോഗി മോർണിംഗ്. Come, let's go. It's hot, bro. It's hot. Let's go. ഹോട്ട് ഒന്നല്ല, ഭയങ്കര കോൾഡാ. ഭയങ്കര തണുപ്പ്. അപ്പം ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടിരുന്നൊരു കോഫി കുടിക്കാൻ. Anyway, let's go. Ryan, close this again. It's like gifting. Okay, go. Have fun. Love you. At the same time. Bye. Bye. അങ്ങനെ സ്കൂൾ ഡ്രോപ്പ് ഓഫ് എല്ലാം കഴിഞ്ഞു. മോനെ പിന്നെ നമ്മൾ പുറത്ത് ഡ്രോപ്പ് ചെയ്യത്തേ ഉള്ളൂ. കിസ്സൻ ഡ്രോപ്പ് എന്നോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. സോ കിസ്സൻ ഡ്രോപ്പ് അത് തന്നെ.
കാരണം അവനിപ്പോൾ വലിയ കുട്ടി ആയതുകൊണ്ട് പുറത്ത് നമുക്ക് ഇറക്കിയാൽ അവൻ തന്നെ അകത്തോട്ട് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് കാണാം ഈ അകത്തോട്ട് പോകുന്നത്. മോള് കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് അവളെ ക്ലാസ് റൂമിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കുറേ നേരം ക്ലാസ് റൂമിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. സോ ദാറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. നമ്മൾ ആദ്യം അവർക്ക് ഇങ്ങനെ ഒരു നെയിം റൈറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ദേ ഹാവ് ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിംസ് അവരോടൊക്കെ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് അവിടെ അവരുടെ കൂടെ ഇരുന്ന് ഒരു ബെല്ലടിക്കുന്ന വരെ അവരുടെ കൂടെ ഇരുന്നിട്ട് പിന്നെയാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നത്. ഇന്ന് പാവം കുറച്ച് കരഞ്ഞു പക്ഷേ ഞാൻ പോയപ്പം. ബട്ട് നോർമലി ഒക്കെ പറഞ്ഞ് പോവാറുണ്ട്. സോ അപ്പോൾ ഇനിയിപ്പം ലെറ്റ് മീ സ്റ്റാർട്ട് മൈ ഡേ. ഞാനൊരു വലിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ആൻഡ് കളക്റ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റെഡിയായെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗോ കളക്ട് ദാറ്റ്. ക്ലിക്ക് ആൻഡ് കളക്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഓർത്തത് ഒരു 2-3 സാധനങ്ങൾ മേടിച്ചില്ല എന്ന്. അപ്പോൾ കടയിലോട്ടും കൂടെ ഒന്ന് കയറേണ്ടി വന്നു ഈ മറന്നുപോയ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്ലിക്ക് ആൻഡ് കളക്റ്റ് കിട്ടി. ഇതാകുമ്പോഴത്തേനും അവർ നമ്മുടെ വണ്ടി കൊണ്ട് തരും. അപ്പോൾ നമ്മൾ ആക്ച്വലി കടയിലോട്ടൊന്നും കയറണ്ട, എങ്ങും ഇറങ്ങുകയും വേണ്ട. മറ്റേത് മറന്നുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ വലിയൊരു ഷോപ്പായിരുന്നു. അപ്പം വലിയ ഷോപ്പിംഗ് ഒക്കെ ഞാൻ ക്ലിക്ക് ആൻഡ് കളക്റ്റാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പണി മൊത്തം അവർ ചെയ്തോളുമല്ലോ. നമ്മുടെ ലൈഫിൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് ലാഭിക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് രാവിലത്തെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു മനസ്സമാധാനത്തിൽ ചെയ്യണം കേട്ടോ, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുമോ. എനിവേസ് സോ എൻ്റെ സ്കിൻ കെയർ ഞാൻ കുറച്ചൊന്ന് സ്വിച്ച് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ടീ ട്രീയുടെ ഒരു ക്ലിയർ ജെല്ലാണ്. ഇത് ഇസ് ഓൺലി ഫോർ ദ പിമ്പിൾ ഏരിയ. സോ എവിടെയെങ്കിലൊക്കെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം ആയിട്ട് ഇടാനാണ് ഇത്. ആൻഡ് ദിസ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. ഇപ്പം ഈ പിമ്പിൾസ് ഒക്കെ വരുമ്പം അതൊന്ന് സബ്സൈഡ് ആവാനായിട്ട് ദിസ് വൺ ആൻഡ് ദോസ് പിമ്പിൾ പാച്ചസ് ഹാവ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ നിയാസിനമൈഡ്. ഇതിനു മുമ്പ് ഞാൻ മിനിമലിസ്റ്റിനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓർഡിനറിയുടെ യൂസ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്വിച്ച് ഇറ്റ് അപ്പ് ടു സീ ഇഫ് ദർ ഇസ് എനി ഡിഫറൻസ്. രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഭയങ്കര ഒരു ഹെവി ഡിഫറൻസ് ആയിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല സ്കിന്നിന്. ആൻഡ് ദിസ് ഇസ് വൺ തിങ് ദാറ്റ് ഐ ഹവ് സ്റ്റാർട്ടഡ് യൂസിങ് ഇപ്പോൾ പുതിയ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ, വിച്ച് ഇസ് വൈറ്റമിൻ സി 12% വൈറ്റമിൻ സി സീറം ഫ്രം ലോറിയലിൻ്റെ ആണ്. ആൻഡ് ഇതും ഇറ്റ്സ് നൈസ്. എനിക്കങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനും അങ്ങനൊന്നും പറയാനറിയില്ല. പിന്നെ അങ്ങനെ വലിയ റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര സ്ട്രോങ് സ്മെൽസ് ഒന്നും പറ്റില്ല. സോ അതൊക്കെ ഇല്ലെങ്കിൽ ഐ എം ഹാപ്പി. സോ ദാറ്റ്സ് മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ആൻഡ് ഇതെല്ലാം കൂടെ ഒന്ന് ലോക്ക് ഇൻ ചെയ്യാനായിട്ട് ഐ ഗോട്ട് മൈ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ മാറ്റിയിട്ടില്ല, സെറവയുടെ തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. എസ്പെഷ്യലി ഇപ്പോൾ ഇവിടെ തണുപ്പും കൂടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഡ്രൈ ആകും സ്കിന്നൊക്കെ. സോ ദിസ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് ഇൻ പ്രിവെൻറ്റിംഗ് ദാറ്റ്. Alright. So skincare is done now. Let's go start our meal prep. Work ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് I have to take care of myself. So my breakfast is toast with guacamole. ലെജോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന guacamole. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല എരിവൊക്കെ ആയിട്ട്. ലെജോയുടെ ഫുഡിന് അതെ നല്ല എരിവും ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ട്. എൻ്റെ ഇതിന് അത്രയും എനിക്ക് എരിവൊന്നും കയ്യിൽ വഴങ്ങില്ല. കാരണം ഞാൻ പൊതുവെ ഒരുപാട് എരിവ് കഴിക്കാത്തതുകൊണ്ട് എൻ്റെ ഫുഡിനും വഴങ്ങില്ല. പക്ഷെ ലെജോ ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ്സ് guacamole ആൻഡ് ബ്രെഡ് ആൻഡ് സം കോഫി. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. ഒരു എക്സലന്റ് ന്യൂസ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിലിട്ടായിരുന്നു ദാറ്റ് ഐ ഗോട്ട് എ ഫൈൻ ഫോർ നോട്ട് ക്യാരിങ് എ ടിക്കറ്റ് മറ്റേ ട്രാൻസ്പോർട്ട് ട്രെയിനിൽ. സോ അത് ഞാൻ അപ്പീൽ ചെയ്തായിരുന്നു. ജസ്റ്റ് നമുക്ക് അത് അവിടുത്തെ ഗാർഡ് തന്നെ പറഞ്ഞായിരുന്നു യു ക്യാൻ അപ്പീൽ ഇറ്റ്, ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ അവർ വിഡ്രോ ചെയ്യും എന്നൊക്കെ. സോ അങ്ങനെ ഞാനൊരു ഫുൾ ഓൺ ഇമെയിലൊക്കെ അയച്ചു, ഐ എം സോ സോറി ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇമെയിലൊക്കെ അയച്ച് അപ്പീൽ ചെയ്തായിരുന്നു. And so I've just been given the response that has been withdrawn. So $100 ലാഭിച്ചു. ഭയങ്കര കഷ്ടമായിപ്പോയി. ബട്ട് ഐ വിൽ ബി കെയർഫുൾ. അത് നമ്മൾ ടാഗ് ഓൺ ചെയ്തോന്ന് നോക്കുക തന്നെ വേണം. യെസ്.
not doing that again. പരിപാടി തുടങ്ങാം. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് വിത്ത് എ ക്ലീൻ സ്പേസ്. സോ നമ്മൾ പൊതുവേ ഇങ്ങനെ ബാച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ദർ ഇൻ എ റഷ് ടു സ്റ്റാർട്ട്. പക്ഷെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് ആക്ച്വലി ക്ലിയറിങ് ദ സ്പേസ് ഫസ്റ്റ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അതൊട്ടും സക്സസ്ഫുൾ ആയിട്ട് പോകില്ല. സോ വി ഹാവ് ടു മേക്ക് ഷുവർ അവർ വർക്കിംഗ് സ്പേസ് ഇസ് റെഡി. വി ഹാവ് ടു മേക്ക് ഷുവർ ദ ഡിഷ് വാഷർ ഇസ് എംറ്റി, സിങ്ക് ഇസ് എംറ്റി. എന്നാലേ പുതിയത് നമ്മൾ ഇങ്ങനെ ബാച്ച് കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പാത്രങ്ങളൊക്കെ വരുമല്ലോ, അത് അപ്പം തന്നെ നമുക്ക് അകത്തോട്ട് വെച്ച് ഈ പറയുന്ന ക്ലീൻ ആസ് യു ഗോ ചെയ്യാൻ പറ്റുള്ളൂ. So let me get that done first. അതിനൊരു 5-10 minutes extra എടുക്കുമായിരിക്കും, but that is really important for a successful process. So let's do that. ഡിഷ് വാഷറിൽ നിന്ന് അല്ലെങ്കിൽ കഴുകിയ പാത്രങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കുമ്പോഴത്തേനും ഞാൻ ആദ്യം എല്ലാം ഒന്ന് നിരത്തി ഇങ്ങനെ കാറ്റഗറീസ് ആക്കി നിരത്തി വെച്ചിട്ടാണ് പിന്നെ അത് എടുത്ത് വെക്കുന്നത്. സോ കപ്സ് എല്ലാം ഒരുമിച്ച്, പ്ലേറ്റ് എല്ലാം ഒരുമിച്ച്, അങ്ങനെ നമ്മൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എടുത്ത് വെക്കാൻ എളുപ്പമാണ്. അല്ലെ പിന്നെ ഈ ഓരോ പ്ലേറ്റും ഒന്നൊന്നായിട്ട് തിരിച്ച് വെക്കണമല്ലോ. ഇതാവുമ്പോഴത്തേനും എല്ലാ പ്ലേറ്റും ഒരുമിച്ച് വയ്ക്കുക, എല്ലാ ഗ്ലാസ്സും ഒരുമിച്ച് വയ്ക്കുക, അങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു സിസ്റ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വർക്ക് സ്പേസ് മൊത്തം ഞാൻ പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മാത്രം ഒതുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേനും ഇവിടെ കുറെ ക്ലട്ടർ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഒതുക്കി. എനിക്കിങ്ങനെ കുറച്ച് ക്ലട്ടർ കോർണേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കിച്ചൻ്റെ ഈ ഒരു ടേബിൾ ടോപ്പ്, ആ ഒരു ലിറ്റിൽ കോർണർ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത്, അങ്ങനെ ചെറിയ ചെറിയ ക്ലട്ടർ കോർണേഴ്സ് എപ്പോഴും വരും. അപ്പോൾ അത് കോൺഷ്യസ്ലി നമ്മളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അങ്ങനെ അവിടെ സാധനങ്ങളെ പൈലാവുകയും ചെയ്യും. അപ്പം ഞാൻ ഇപ്പം തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് കുറേ നേരം, ഇപ്പം തന്നെ 11:30 ഇനിയിപ്പോൾ എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യാം, അത്രയല്ലേ പറ്റൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ മീറ്റും കാര്യങ്ങളൊക്കെ ഫ്രോസനും എല്ലാം നേരത്തെ എടുത്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ പാൻട്രി ഐറ്റംസും എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടെ. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജും ഒന്ന് ക്ലിയർ ചെയ്യണം. ഫ്രിഡ്ജ് എല്ലാം ഒന്ന് തുടച്ചിട്ട് വേണം പുതിയ സാധനങ്ങൾ വയ്ക്കാനായിട്ട്. 2 ക്യാരറ്റ് ഞാൻ ചോദിച്ചു, അവരെനിക്ക് 3 ക്യാരറ്റ് തന്നു, ഒരെണ്ണം ഫ്രീ. അപ്പോൾ ഇത് നമ്മുടെ പാൻട്രി സാധനങ്ങളൊക്കെ മാത്രമാണ്. ഞാൻ എല്ലാം ഒന്നും ഇപ്പം ആക്ച്വലി എടുത്ത് വെക്കുന്നില്ല, കാരണം ഇപ്പോഴത്തെ ഒരു മീൽ പ്രെപ്പിന് ഇതിൽ നിന്ന് കുറേ സാധനങ്ങൾ വേണം. പക്ഷെ വേണ്ടാത്തതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിഷ് നമുക്ക് ഉണ്ടാക്കാം. ഐ എം ഗോയിങ് ടു മേക്ക് എ ബട്ടർ ചിക്കൻ ആൻഡ് ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഇൻ ദ സ്ലോ കുക്കർ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ പറഞ്ഞൊരു റെസിപ്പിയാണ്. സോ ഐ എം നോട്ട് ഷുവർ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് കേട്ടപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. സോ ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ്. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഹൗ ഇറ്റ് കംസ്. ഞാൻ മേടിച്ചത് ഡൈസ്ഡ് ചിക്കനാണ്. അപ്പോൾ ഡൈസ്ഡ് ചിക്കൻ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട, ക്ലീൻ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ പീസായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു പോപ്പ് ദാറ്റ് ഇൻ. Once I open it. തൊടണ്ടാന്ന് വിചാരിച്ചതാ. ആൻഡ് സം crushed tomatoes. ഈ ടൊമാറ്റോസ് ഞാൻ ക്യാനിലാണ് മേടിച്ചത്. ഞാൻ വിചാരിച്ചത് ചെറിയ ബോട്ടിലായിരിക്കും എന്നാണ്. ബട്ട് ദിസ് ഇസ് ലൈക്ക് 800 gram. ഞാനതിൻ്റെ 3 എണ്ണം മേടിച്ചതാ. ഐ ഡോണ്ട് നോ വൈ. ഞാൻ നോക്കിയില്ല അതിൻ്റെ സൈസ്. ബട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു മേബി പുട്ട് ലൈക്ക് half a can. So like 400 or maybe even 300 grams. 300 grams, and then the butter chicken sauce. Nope. I don't know. I'm just going to trust the process. ഇങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, കഴിക്കുക. But if it is good, you know, it's so much easier. So much easier.
Alright, so this is how our butter chicken is going to look. I'm just going to also add a bit of cream now and then ഞാൻ തീർന്നു കഴിഞ്ഞിട്ട് I'll keep it on high for about 4 hours. ഇങ്ങനെ ബാച്ച് കുക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഈ മിൻസർ പുറത്തെടുത്ത് വയ്ക്കും. സോ ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് ചെയ്യാം, ചോപ്പിംഗ്, ഗ്രേറ്റിംഗ്, അങ്ങനെ എല്ലാം ചെയ്യാം. സോ ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ഫോർ ഈ പറയുന്ന ചോപ്പിംഗ് പർപ്പസസ്. അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് ഓരോന്ന് ചോപ്പ് ചെയ്ത് വരുമ്പോൾ ഒന്നാമത് കുഞ്ഞായിട്ട് നമുക്ക് കിട്ടില്ല, പിന്നെ ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് എ ലോട്ട് മോർ ടൈം. സോ വേണ്ടിയ എല്ലാ ഐറ്റംസ്, അതായത് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് എല്ലാം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അണിയൻസ് വേണം എന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പിന്നെ അത് നമുക്ക് ഓരോ ഡിഷിന് വേണ്ടിയ പോലെ എടുത്താൽ മതിയല്ലോ. പാസ്ത ബേക്ക് ഇതും ഒരു എക്സ്പെരിമെന്റേഷൻ ആണ്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഞാനൊരു റീൽസ് കണ്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. ഇറ്റ് ലുക്സ് ഫെയർലി ഈസി, സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ട്രൈ ഇറ്റ്. ഇന്ന് മൊത്തം എക്സ്പെരിമെന്റേഷൻ ആണ് കേട്ടോ. സോ ഇതിൻ്റെ അകത്ത് പാസ്ത നമ്മളിങ്ങനെ ഒരു ബേസ് ലെയർ ആയിട്ട് ഇടുക. ഈ റെഡ് കളർ ലെൻറ്റിൽ പാസ്തയാണ് കേട്ടോ, അതായത് ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ. But I just like to mix it with regular pasta, so adinte protein kittain cheyu, and you know, it's not too overpowering if there is a taste. So yeah, this is extremely high in protein. ഭയങ്കര protein rich ആണെന്നാ പറയുന്നത്. So അതുകൊണ്ടാണ് I want to try it, because I want to include more protein meals. One pot. This looks, I don't know, raw pasta, raw chicken. I'll be very upset because it's a lot of ingredients that I will be putting in. പിന്നെ നമ്മൾ ബിരിയാണിക്കകത്തും ഒക്കെ raw chicken ആണ് ഇടുന്നത്. So I don't know, I'm just going to trust the process. ഒരു 1/4 cup of onion, നമ്മുടെ chopped onion. ഹൈ പ്രോട്ടീൻ കോട്ടേജ് ചീസ്. സോ കോട്ടേജ് ചീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പനീർ. ഇത് ആക്ച്വലി റെസിപ്പിയിലില്ലായിരുന്നു, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. ആൻഡ് ഒരു 2 tablespoons അല്ലെങ്കിൽ ഒരു 4 teaspoons ഓഫ് ഗാർലിക്. 1 tub of cream cheese. 1 full tub of cream cheese. ക്രീം ചീസ് റെസിപ്പിയിലുള്ളതാണ് കേട്ടോ. ഞാൻ ആകെപ്പാടെ എൻ്റെ കയ്യിൽ നിന്നിട്ടതാ മറ്റേ കോട്ടേജ് ചീസാണ്. ഫോർ എക്സ്ട്രാ പ്രോട്ടീൻ. ഇതിൻ്റെ അത് ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്. ഐ എം ഓൾസോ യൂസിങ് പ്രോട്ടീൻ പാസ്ത. കോട്ടേജ് ചീസിൽ പ്രോട്ടീൻ ഉണ്ട്. ഫോർ ഈച്ച് serve is like 53 grams of protein, and that's without cottage cheese. So with cottage cheese it will be more. About 400 grams of crushed tomato. So നേരത്തെ 800 ആയിരുന്നു, മൊത്തം ഇടാം. വാട്ടർ, അത് തന്നെ റിൻസ് ചെയ്തിട്ട് ഫഹിറ്റ സ്പൈസ് മിക്സ്. ഈ സാധനം ഞാനിത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ബട്ട് മൈൽഡാണ്. ലെറ്റ്സ് മിക്സ് ഇറ്റ് അപ്പ്. It looks kind of saucy enough. പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങുമല്ലോ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിൻ്റെ ഒക്കെ വെച്ചിട്ട് ഹോപ്പ്ഫുള്ളി ദിസ് ഷുഡ് കുക്ക് ഇൻ ഇറ്റ്സ് ഓൺ സോസ്. And let's just wrap it up with foil. And in the oven it goes for 200 degrees Celsius for 45 minutes. Let's go. Preheat cheyida oven, so let it go in. Fingers crossed. Okay, and that's it.
ക്ലീൻ ആസ് യു ഗോ ചെയ്താൽ ശരിക്കും നമ്മുടെ വർക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേനും കുറേ കുറയും. അപ്പം മെസ്സാവുന്നത് അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഓവർവെൽമ് ലാസ്റ്റ് വരാണ്ടിരിക്കാനായിട്ട് അത് നല്ലപോലെ ഹെൽപ്പ്. ഗാർഡനിലെ ബീട്രൂട്ടാണ്. കാര്യമായിട്ട് വളർന്നില്ല കേട്ടോ. ബീട്രൂട്ട് കുറേ നാളായി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അത് അധികം വളർന്നിട്ടില്ല. ഇത് കണ്ട വലിയ സൈസായിട്ടില്ല. എന്നാലും നമ്മുടെ ഗാർഡനിലെ സാധനമല്ലേ, അപ്പോൾ നമ്മൾ ഉണ്ടായത് ഒന്ന് ഒരു ക്വിക്ക് ഒരു തോരൻ വെക്കാം. സോ ഐ വിൽ ബി യൂസിങ് ദ ലീവ്സ്, ദ റൂട്ട് ആൻഡ് കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ട് അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും. സോ ലെറ്റ്സ് മേക്ക് ദാറ്റ്. നമ്മുടെ പറമ്പിലെ തന്നെ നല്ല ഓർഗാനിക് സാധനം ആയതുകൊണ്ട് നല്ല പോലെ മണ്ണും എല്ലാം ഉണ്ട്. ഒബ്വിയസ്ലി ഇത് റൂട്ട് വെജിറ്റബിൾ ആണല്ലോ, സോ മണ്ണ് കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സ്ട്രാ കഴുകിയെടുക്കണം. കാരണം ഇവിടെ കിട്ടുന്ന മിക്ക വെജിറ്റബിൾസും ഒക്കെ നല്ല ഓൾറെഡി വാഷ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ ഈവൻ റൂട്ട് വെജിറ്റബിൾസ്, ബീട്രൂട്ട് ആയിക്കോട്ടെ, മറ്റേ പൊട്ടേറ്റോ, അതിനൊന്നും അങ്ങനെ മണ്ണില്ല. അപ്പോൾ നമ്മൾ കാണാത്തപ്പോൾ നമുക്ക് അത്രയൊരു പ്രോബ്ലം തോന്നില്ലല്ലോ. ഇത് പക്ഷെ നല്ല മണ്ണ് കാണുമ്പോഴേ എക്സ്ട്രാ കഴുകാനായിട്ട് തോന്നുകയാണ്. സോ ഞാൻ കുറച്ച് വിനീഗർ ആൻഡ് വാട്ടർ മിക്സ്ചറിൽ കുറച്ച് അതൊന്ന് കുതിർത്ത് വയ്ക്കാം. ചോപ്പർ വെച്ചിട്ട് കുറേ വെജിറ്റബിൾസൊക്കെ നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒരു സ്റ്റോവിൻ്റെ മുമ്പിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ബൊളോണി സോസ. നമ്മുടെ ബീഫ്, മിൻസ്ഡ് ബീഫ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ക്യാരറ്റ് ആൻഡ് ബ്രോക്കലിയാണ് ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം പിള്ളേരല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇതുപോലെ സോസിൻ്റെ ഒക്കെ അകത്താണെങ്കിൽ വെജിറ്റബിൾസ് അകത്താവുകയും ചെയ്യും, ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യും, അവരങ്ങനെ അറിയുന്നുമില്ല. സോ ഈ ഒരു ബൊലോണി സോസിൻ്റെ അത് ഇതുപോലെ വെജിറ്റബിൾസ്, മീറ്റ് ആൻഡ് ഒരു ടൊമാറ്റോ വൺ ടൊമാറ്റോ ക്യാനും കൂടെ ഇടും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഞാൻ പൊതുവേ ഇതങ്ങ് ഫ്രീസും ചെയ്യും. ഏതാണ്ട് ഇത്തിരി ക്യൂട്ടാന്ന് നോക്ക്. ഇത്രേ ഉള്ളൂ, ഒരു 1 ബീട്രൂട്ട് ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോഴേ എന്താ നമ്മുടെ ഒരു ബേബീസിനെയൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എല്ലാം കൂടെ ഞാൻ നമ്മുടെ ചോപ്പറിലോട്ട് ഇടുകയാണ്. സം ഓൾസോ ലൈക്ക് ഇതുപോലെ ലീവ്സും കൂടി ഇടുക. സോ എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു പൊലിപ്പിച്ച് കിട്ടും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തോരനും പിന്നെ ഒരു ദാൽ കറിയാണ് ഉണ്ടാക്കിയത്. ആൻഡ് ഈ ദാലിൻ്റെ തന്നെ പിള്ളേർക്ക് എരിവില്ലാതെ മസാലയൊന്നും ഇല്ലാതെ കുറച്ച് ദാൽ മാറ്റി വയ്ക്കുകയും ചെയ്തു. അപ്പം ഒരേ ബാച്ച് തന്നെ നമുക്ക് പലർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുക്കിംഗ് നമുക്ക് ചെയ്യാമല്ലോ. ആൻഡ് ഇപ്പോൾ തോരൻ്റെ അകത്ത് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഒന്നും എടുക്കാൻ വയ്യ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും ആഴ്ചയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചിക്കൻ മാരിനേഷൻ. നമ്മുടെ ചിക്കൻ്റെ ലെഗ്സ് നമ്മുടെ മസാലയിലൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. ആൻഡ് ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. സോ ഒരുപാട് ചില്ലി ഇടില്ല, കുറച്ച് മാത്രം ചില്ലി പൗഡർ ഇട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട്. ബ്ലോക്ക് ബാഗിൽ, ഫ്രീസർ ബാഗിൽ തന്നെ ആക്കി വെക്കുകയാണ്. ഇങ്ങനെ തന്നെ നമുക്ക് നേരെ ഫ്രീസറിൻ്റെ അകത്ത് കയറ്റുകയും ചെയ്യാം. ആൻഡ് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ മതി. ദിസ് ഇസ് റിയലി കൺവീനിയൻറ്റ്. ജസ്റ്റ് വൺ ലാസ്റ്റ് തിങ്, കുറച്ച് ഫിഷ് മേടിച്ചു, ബാസ ഫിഷാണ് മേടിച്ചത്. സോ ഇത് ഭയങ്കര സിമ്പിൾ മാരിനേഷൻ, പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ജസ്റ്റ് ലെമൺ, സോൾട്ട്, ഹെർബ്സ്, ലെമൺ ആൻഡ് ഹെർബ് ആയിട്ട്. സോ അതും കൂടെ ചെയ്താൽ പ്രെപ്പ് വർക്ക് ഇസ് ഡൺ. ദാറ്റ്സ് ഇറ്റ്. ഇതിനിപ്പം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ജസ്റ്റ് ബട്ടറിൽ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കും, അത്ര. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ മീൽ പ്രെപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സേവറി ഐറ്റംസ് ആർ ഓൾ ഡൺ. മൂഡ് ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഐ വിൽ ഡു ലൈക്ക് ബനാന ബ്രെഡ് ആൻഡ് സം ചോക്ലേറ്റ് കുക്കീസ് ആസ് വെൽ. മൂഡ് ഉണ്ടെങ്കിൽ, ഐ എം നോട്ട് ഷുവർ. ആൻഡ് ഓൾസോ നമ്മുടെ ഓലിവ്സ്, ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഓലിവ്സ്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് ആണ് റെസ്റ്റ് ഓഫ് ദ ഈവനിങ്ങിലേക്കുള്ള എൻ്റെ പ്ലാൻസ്. ഇപ്പം പിള്ളേരെ വിളിക്കാൻ ടൈമായി. സോ ഞാൻ വേഗം ലഞ്ച് കഴിച്ചിട്ട് അവരെ പോയി വിളിക്കട്ടെ. ഐ ജസ്റ്റ് ഷോ യു വാട്ട് ഐ മെയ്ഡ്. ഓൾറൈറ്റ്, നമ്മുടെ ബീട്രൂട്ട് തോരൻ, ബൊലോനീസ്, പിള്ളേർക്കുള്ള ദാൽ. ഇത് ദാൽ പാലക് കേട്ടോ, അതാണ് ഗ്രീൻ കളർ. ഞങ്ങൾക്കുള്ള ദാൽ പാലക്, അതിൻ്റെ അകത്ത് നമ്മുടെ മസാല ഇട്ടു. നമ്മളുണ്ടാക്കിയ പാസ്ത ബേക്ക് ആൻഡ് നമ്മുടെ ബട്ടർ ചിക്കൻ, അത് സ്ലോ കുക്കറിലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു 4 hours എടുക്കും. ഓൺ ടോപ്പ് ഓഫ് ദിസ് നമ്മുടെ ചിക്കൻ ആൻഡ് ഫിഷ് മാരിനേറ്റും കൂടെ ചെയ്ത് വെച്ചു.
സോ യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ബിൻ എ വെരി വെരി പ്രൊഡക്റ്റീവ് ഡേ. ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഞാൻ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റേഷൻ പാസ്ത ഒന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയാവോ എന്തോ നോക്കാം. ഓക്കെ ഓക്കെ, കുക്കായി എന്നൊക്കെ തോന്നുന്നു. നോക്കാം. I'll tell you. ചിക്കൻ കുക്കായോ നോക്കട്ടെ. ചിക്കൻ കുക്കായിട്ടുണ്ട് വിത്ത് ദ പാസ്ത. എരിവില്ല, ഒട്ടും എരിവില്ല. ഇറ്റ്സ് ഗോട്ട് ദാറ്റ് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്, ഒരു പുതിയൊരു ഫ്ലേവർ. കുറച്ചുകൂടെ ഫീൽ ഉപ്പാവായിരുന്നു മേ ബി, കാരണം നമ്മൾ വേറെ എക്സ്ട്രാ സോൾട്ട് ഒന്നും ഇട്ടില്ലല്ലോ. ആ ഫെഹീറ്റ സ്പൈസ് മിക്സിന്റെ സോൾട്ടേ ഉള്ളൂ. അതിന്റെ സോൾട്ട് വേണേൽ കുറച്ചുകൂടി ഇടാം. സോൾട്ട് ആൻഡ് പെപ്പർ അതിനകത്ത് പറഞ്ഞായിരുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ സോൾട്ട് കുറവാ. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. യാ, ഇപ്പം ഇവിടെ രാത്രിയായി. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ പിന്നെ ചെയ്യാൻ പറ്റിയില്ല. സ്കൂൾ പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ തിരക്കായി. അപ്പോൾ പല കാര്യങ്ങൾ വേറെ ചെയ്യേണ്ടി വന്നു. ബട്ട് ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യണം. സോ അത് ഇവിടെ ചെയ്തിട്ട് ഇനി കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് ഓലിവ്സ്. സോ ഓലിവ്സ് ഈ വീക്കെൻഡ് പറിച്ചതാണ്. അപ്പോൾ ഇന്നെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഓലിവ്സ് ഒക്കെ ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. സോ അപ്പോൾ അത് ഇറ്റ് വോണ്ട് ബി ഗുഡ്. അപ്പം ഇന്ന് ഐ ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഇറ്റ്. കാരണം ഈ ഓലിവ്സ് പ്രിപ്പറേഷൻ ഒരു ലോങ് പ്രോസസ്സാണ്. ഒരു 10-14 ദിവസം നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ ആ ഒരു ബിറ്റർനെസ് മാറ്റണം. കാരണം ഈ ഓലിവ്സ് ഞാൻ ആദ്യം വിചാരിച്ചത്, ആദ്യം കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്പായിരുന്നു. അപ്പോൾ ഞാനടുത്ത് കുറച്ചുകൂടെ പഴുക്കണം, അപ്പോൾ ടേസ്റ്റ് വരും എന്നാ. പിന്നെ മനസ്സിലായി ഈ സാധനം പഴുക്കത്തില്ല. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് അത് നമ്മൾ അതിൻ്റെ കയ്പ്പ് മാറ്റിയെടുക്കുക വേണ്ടിയ. സോ ഞാൻ യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടതിൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്ത് പറയുന്ന ഉപ്പിൽ മാത്രം ഇട്ടാൽ മതി, ചിലതിൽ പറയുന്നത് പ്ലെയിൻ വാട്ടറിൽ ഇട്ടാൽ മതി, ചിലത് പറയുന്നത് സോൾട്ട് വാട്ടറിൽ ഇടണം. സോ എനിവേ ഞാൻ എല്ലാത്തിനും കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് ഐ എം തിങ്കിങ് ഐ പുട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്, ഒരു ലെമണൊക്കെ ഇടാൻ പറഞ്ഞായിരുന്നു ഒരെണ്ണത്തിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു ഓക്സിഡൈസേഷൻ കുറച്ചൊന്ന് പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് ദിസ് വാട്ടർ ഹാസ് ടു ബി ചേഞ്ച്ഡ് എവറി ഡേ. അല്ലെങ്കിൽ മിനിമം ഒരു 1 in 2 days എങ്കിലും ഈ വാട്ടർ നമ്മൾ മാറ്റണം എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ പരിപാടികൾ ഞാനൊന്ന് ചെയ്യാൻ തുടങ്ങട്ടെ. കാരണം ഇന്ന് ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് ഇതിൻ്റെ കുരു, അതായത് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ കുരു പുറത്തോട്ട് എടുക്കണം എന്നാ. ഇങ്ങനെ മുറിച്ച് കുരു പുറത്തോട്ട് എങ്ങനെയൊക്കെയോ എടുക്കണം എന്നാ. ബട്ട് കെൻ യു ഇമാജിൻ മീ ഡൂയിങ് ദാറ്റ് ഫോർ ഓൾ ദീസ് ഓലിവ്സ്? ഒരിക്കലും ഞാൻ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അത്രയ്ക്ക് ടേസ്റ്റൊക്കെ മതി. ഇത് അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോന്നും നമ്മൾ കഴിക്കുമ്പോഴും ഇങ്ങനെ കുരു പുറത്തോട്ട് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും ഇത് മൊത്തം കുരു പുറത്തോട്ട് എടുത്ത് ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. സോ കുരു വെച്ചുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ടൈമും ഒക്കെ ഞാൻ കുരു വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഇത് ബ്രൈൻ ചെയ്തത്. ദ പ്രോസസ് ഓഫ് ക്യൂറിങ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഓലിവ്സ് എല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളൊരു 10 to 14 days നമ്മൾ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെക്കണം. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 1 spoon സോൾട്ട് ഇടുക ആൻഡ് ഒരു 1 lemon കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരൊരു സോൾട്ട് വാട്ടർ ആൻഡ് ലെമൺ ഇടുന്നത് ഇസ് ടു സ്റ്റോപ്പ് ദി ഓക്സിഡൈസേഷൻ. അപ്പം നമ്മുടെ day 1 കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, സോ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം എല്ലാ ദിവസവും വെള്ളം മാറ്റാനായിട്ട് ഞാൻ ഓർക്കണം. ഐ ഹോപ്പ് ഐ വിൽ റിമെമ്പർ. എൻ്റെ കുറേ കൗണ്ടർ സ്പേസ് അതെടുക്കുന്നുണ്ട്, ശരിയായാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ ഞാൻ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ബിക്കോസ് കഴിഞ്ഞ ബാച്ച് നമുക്ക് ഈ റോ ആയിട്ട് കഴിച്ചപ്പോൾ ആയി വെക്കാനേ പറ്റില്ലായിരുന്നോ. പക്ഷെ ഇന്ന് ഞാൻ ഒരെണ്ണം കഴിച്ചപ്പം അത് തന്നെ നല്ല ജ്യൂസിയാണ്. സോ ലൈക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല, ആ ഒരു ബിറ്റർനെസ് ഉണ്ട്, എന്നാലും ആ ഒരു ജ്യൂസിനെസ്സും ഉണ്ട്. സോ ഐ ഹാവ് എ വെരി ഗുഡ് ഫീലിംഗ് അബൌട്ട് ദിസ് ബാച്ച്. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ കം ഔട്ട് റിയലി വെൽ. നല്ല സോൾട്ട് വാട്ടറിലൊക്കെ ബ്രൈനായി കഴിയുമ്പോഴേ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ കം ഔട്ട് റിയലി വെൽ. അപ്പോൾ യെസ്, ഇന്നത്തെ ദിവസം ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്യാണ്. സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. So yeah, it's been a super productive day and hope you guys enjoyed watching as well. Thank you for watching. Bye bye.